Warm wishes to one and all. Subbu from Teachers Academy would like to discuss regarding the utilization of 5 minutes in reading or analyzing a case note. As we all know, reading time is a crucial time. We are not supposed to pick any stationaries at that time. We have to read and analyze the case note and understand it like a story. When you get a case note, first you need to go to the writing task. അവിടെ ചെന്നാൽ നമ്മുടെ റീഡർ ആരാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആരാണ്? ഒരു നഴ്സാണോ, ഒരു ഓൺകോളജിസ്റ്റ് ആണോ, ഒരു ഓഫ്താൽമോളജിസ്റ്റ് ആണോ, ഒരു ജനറൽ പ്രാക്ടീഷണർ ആണോ എന്നൊക്കെ കാര്യങ്ങളാണ് ആദ്യം ഓർക്കേണ്ടത്. ബട്ട് ഇറ്റ് മേ ഫേഡ് ഫ്രം അവർ ഇമ്മീഡിയറ്റ് മെമ്മറി. നമ്മൾ അതുകൊണ്ട് കുറേ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് തന്നെ പറയുക, ആരാണ് നമ്മളുടെ റീഡർ. ദെൻ യു ഫൈൻഡ് ഔട്ട് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ. ഡിഫറെൻറ്റ് പർപ്പസസ് ഉണ്ടാകാം. ഓൺഗോയിങ് കെയർ ഉണ്ടാകാം, സർജിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ടാവും, ഓഫ്താൽമോളജിക്ക് ഇവാലുവേഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് അസസ്മെൻ്റ് ആവാം. ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുക. അതിനുശേഷം നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിക്കേണ്ടത് നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ, ഇതൊരു ഹോം വിസിറ്റ് ആണോ ഹോം വിസിറ്റ്സ് ആണോ, അതോ ഇതൊരു അർജന്റ് ലെറ്റർ ആണോ. ഇതെങ്ങനെ അറിയാൻ പറ്റും? ദെൻ വി ഹാവ് ടു ഗോ ടു ദ ഡിസ്ചാർജ് പ്ലാൻ. നമ്മൾ ഡിസ്ചാർജ് പ്ലാനിൽ പോയിട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ റീഡറുടെ ടാസ്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പർപ്പസ് എന്താണ് എന്ന് ഉറപ്പിക്കാവുന്നത്. ഇത് കൂടാതെ നമ്മളുടെ മനസ്സിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണം. അതായത് ഈ പേഷ്യൻറ്റ് എവിടെ നിന്നാണ് നമ്മളുടെ അടുത്തേക്ക് വന്നത്, നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ പേഷ്യൻ്റ് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലെറ്റർ വെരി ക്ലിയർലി. നമ്മുടെ കേസ് നോട്ട് നന്നായി മനസ്സിലായാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ലെറ്റർ ഫ്രെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൺലി ആഫ്റ്റർ ഓർഗനൈസിങ് ദ ലെറ്റർ വി നീഡ് ടു ഗോ ടു റൈറ്റ് ദ ലെറ്റർ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Hope the video was very fruitful for you. Thank you.